ഇത്രയും മാലയുണ്ട്. 4 മാലയാ. ഇത് മതിയാവോ? ആ മോതിരം കൂടി വരും. ഇനി നമ്മളറിയാതെ ഇവരുടെ കല്യാണം കഴിഞ്ഞാ ഇത് സ്വർണ്ണമൊക്കെ എടുത്ത് കൊടുക്കണ്. എന്താണോ ഇടപാട്? ഓക്കെ. ഹലോ എടാ നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ പുറത്താടാ. എന്താ? എടാ ഞാനൊന്ന് നിന്റെ അടുത്ത് ലക്കിയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ആ ഇല്ല, ഓർമ്മയില്ല. എന്താണ്? എടാ അവൾ എന്നോട് കമ്മീഷൻ ചോദിച്ച കാര്യം. ആ ഓ, അവളെന്താ പിന്നെ എന്നോട് കമ്മീഷൻ ചോദിച്ചാ? എടാ അവളിത് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് അർണോളിനായിട്ട് ചെറിയൊരു ഇടപാട്. എടാ നാണമില്ലാത്തവനെ മ്ലേച്ച, നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉള്ളതല്ലടാ. എടാ കോപ്പി അതല്ല. എടാ ഞാൻ അവളെ കുറച്ചു മുമ്പ് വേറൊരുത്തൻ്റെ ഒപ്പം കാണുകയും ചെയ്തു. ഇത് കാശിന്റെ എന്തോ ഇടപാട് തന്നെയാടാ. അവനാണെങ്കിൽ കണ്ട ഒരു ഉടായ്പ ലുക്കായിരുന്നു. ഇപ്പം എന്താ പ്രശ്നം? എടാ ഇപ്പൊ അവള് ഏതൊരു ബാഗിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് അർണോളിന് കൊടുക്കുന്നുണ്ട്. എടാ അതെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവന് കൊടുത്തായിരിക്കും മറിക്കാൻ. എടാ ഇതെനിക്ക് കണ്ടിട്ട് കടം കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതുമല്ല ഇത് വേറെന്തോ കേസാണ്. എടാ അർണോൾഡിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു. എന്താ നിനക്ക് അങ്ങനെ തോന്നിയോ? ആടെ എനിക്ക് അങ്ങനെ തോന്നി. അതല്ലേ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ വിളിച്ചത്. എടാ അവള് നിന്നോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉള്ളതായിട്ട് പറഞ്ഞുണ്ടോ? ഇല്ല. എടാ പക്ഷെ നാട്ടിൽ പോയി വന്നതിന് ശേഷം അവൾക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ട്. സത്യമാണ്. ആ അതാണ് എനിക്കും തോന്നിയിരുന്നത്. നീ ഒരു പണി, നീ ഇപ്പൊ വീട്ടിലല്ലേ, നീ ഒന്ന് ഇവിടെ വരെ വന്നേ. പോടാ, ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. എനിക്ക് 1-2 പേരെ മീറ്റ് ചെയ്യാനുണ്ട്. എന്ത് മീറ്റിംഗ്? അതൊക്കെ ഉണ്ട്. വിശപ്പിന്റെ വിളിയാണ്. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ത്? പിന്നെ വിളിക്കാം. ബൈ ബൈ. ഹലോ. ആ അവി, നീ എന്താ ഇവിടെ? എന്താടാ എനിക്കിവിടെ വരാൻ പാടില്ല? അല്ല പെട്ടെന്ന് കണ്ടപ്പോ. പെട്ടെന്ന് എന്ത് പറ്റി? അല്ല ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെന്താ? ഒന്നുമില്ല. എടാ നീ ഒന്ന് അവിടെ ഇരുന്നേ, എനിക്കവിടെ സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? എവിടെ ഇരുന്നേടാ? ലക്കി കുറച്ചു മുമ്പ് നിന്നെ കാണാൻ വന്നിരുന്നു. എന്താ അവി, എന്താ കാര്യം? നീ ചോദിച്ചതിന് മറുപടി ആണ്. വന്നിരുന്നു. ഡാ എന്താ സംഭവം? നീ എന്തിനാ അവളുടെ സ്വർണം മേടിച്ചത്? നീ അവളെ ഭീഷണിപ്പെടുന്നുണ്ടോ? ഞങ്ങൾ അവളുടെ കൂട്ടുകാരാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയും. നീ കാര്യം പറ. എടാ ഞാൻ എന്ത് പറയാനാ? എടാ അവൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന സമയത്തോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അവൾക്കൊരു മാറ്റം. അവൾ പൈസയ്ക്ക് വേണ്ടി നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതും നിങ്ങൾ തമ്മിൽ എന്തോ പൈസ ഇടപാടുണ്ടെന്നുള്ളത് ഞാൻ അവിടെ നിന്ന് കണ്ടതുമാണ്. നീ മര്യാദയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ സംഗതി വഷളാവട്ടാ. എടാ അവൾ നിങ്ങളോട് പറയാത്ത എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിതിൽ കാര്യമാറൊന്നുമില്ല. നീ കാര്യം പറ. എടാ അവളുടെ നാട്ടിൽ അവളുടെ തറവാടിനോട് ചേർന്ന് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിലൊരു കുളമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവൾ നാട്ടിൽ പോയപ്പോൾ അത് ഭാഗം വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അവളുടെ അമ്മാവൻ്റെ പേരിലാണ് ഈ പ്ലോട്ട്. ഇപ്പോൾ മൂപ്പർക്ക് അവിടെ ഒരു ഷോപ്പ് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ കുളം മൂടണം. അതിന് ലക്കി സമ്മതിക്കില്ല. കുളം മൂടിയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ ഭാഗത്തുള്ള മൊത്തം കുടിവെള്ളം മുട്ടും. അടുത്ത മഴയ്ക്ക് അവിടെ വെള്ളം പോകും. അതുകൂടാതെ അവളുടെ മുത്തശ്ശിക്ക് ഒരുപാട് സെൻറ്റിമെൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം അവളുടെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ഒരു പ്ലാൻ അവൾക്കുണ്ട്. അവളെന്തായാലും 2 മാസം സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാശ് അറേഞ്ച് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് അവൾ. ഇത്രേ എനിക്കറിയത്തുള്ളൂ. എന്നിട്ട് അവളുടെ കാശൊക്കെ റെഡിയായോ? എവിടെ? ആ പാവത്തിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ആ മൊത്തം പ്ലോട്ടിന് 10 ലക്ഷം രൂപ വരും. അപ്പോൾ വെറുതെ അല്ല പെണ്ണിന് കാശ് കൊണ്ട് ഇത്ര ആർത്തി. എന്നോട് പോലും കമ്മീഷൻ ചോദിച്ച്. ഇതേ കാരണം കൊണ്ടായിരിക്കും. എന്തായാലും അപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരം ഉണ്ടായ കാര്യം അവളോട് പറയണ്ട. സോറിടാ. ഓക്കെ, അതറിഞ്ഞായിട്ട് നീയും കാണിക്കണ്ട. ഓക്കെടാ. ആ പിന്നെ വേറെ എന്താന്നാ വിചാരിച്ചേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചില്ല. ആ അതെ, കണ്ടന്റ് അധികം വലിച്ചു നീട്ടണ്ട. നമ്മുടെ സ്റ്റോറിൽ എന്താണോ കൊടുക്കുന്നത് അത് ഏതൊരു സാധാരണക്കാരനും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണം. സിമ്പിൾ ഡിസൈൻ മതി. ആ കറക്റ്റ്, വേഗം ആയിക്കോട്ടെ. അല്ല സമയത്ത് ചെയ്താലും മതി. ഇതൊന്ന് നോക്കി. ഉള്ളാലേ, നന്നായിട്ടുണ്ട്. എന്നാ നമുക്ക് ഇതിന്റെ പ്രിന്റ് എടുത്ത് നോക്കിയാലോ? ആ ഓക്കെ. പിന്നെ ഇത് ഞാൻ ചെയ്തതാന്ന് പറയണ്ട. താൻ ചാലഞ്ചിൽ തോക്കണ്ടടോ.
വാ അവര് വരണേന് മുമ്പ് പ്രിന്റ് എടുത്ത് വെക്കാം. അവനാണെങ്കിൽ എന്നിട്ട് രാവിലെ എന്നോട് വെല്ലുവിളിയൊക്കെ നടത്തി പോയതാ. ഛേ, ആ സമയത്ത് ഞാനിവിടെ വേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിലേ അവന്റെ പുറകെ നടന്നിട്ട് അവനെ എന്താ കാണിച്ചു കൂട്ടണമെന്ന് അറിയായിരുന്നു അല്ലേ? എടാ ലക്കി, നീ ഇതപ്പോ വന്ന്? ഞാൻ നേരത്തെ വന്നടാ. എന്തിന്? അത് ഭയങ്കര തലവേദന. വീണ്ടും നുണ പറഞ്ഞ ലീവ് എടുത്തല്ലേ? അത് ഈ ലീവ് എന്ന് പറയണ സാധനം ഉണ്ടല്ലോ, മനുഷ്യന്മാർക്ക് എടുത്തെടുത്ത് തീർക്കാനുള്ളതാ. അത് എടുക്കേണ്ട സമയത്ത് എടുക്കണ പോലെ എടുത്തു തീർക്കണം. നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? എടാ ഇതെന്താ? ഇതെന്താണെന്ന് 4-5 ദിവസം മനുഷ്യന്റെ പുറകെ നടന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് എടാ മറ്റേ വർക്കിന്റെ കമ്മീഷനാണ് മേടിക്കുക. അത് വേണ്ട. വേണ്ടേ? വേണ്ടെന്നല്ല, ഞാൻ വിനോദേട്ടേത് വാങ്ങിച്ചോളാം. അത് വിനോദേണ്ടേന്ന് മേടിച്ചോ, ഇത് പിടിച്ചോ. ഏയ് വേണ്ട. അന്നവന്റെ കാര്യം അതിങ്ങടുക്ക്, എനിക്ക് പ്ലേ സ്റ്റേഷൻ വാങ്ങാനുള്ളതായിരുന്നു. പോടാ. എടാ നീ ഇത് പിടിച്ചേ. എന്തായാലും നിന്റെ കമ്പനി ക്ലയൻസിനെ പറ്റിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, എല്ലാരും എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ടത് പിടിക്കും. പലതുള്ളി പെരുവെള്ളം എന്നല്ലേ? നോക്കി നീ ഇപ്പൊ നിർബന്ധിച്ച് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ച പോലെ ഇല്ലേ? ഇതൊരു അഭിനയല്ലേ? അത് നമ്മുടെ ലക്കി കുഞ്ഞല്ലേ? അല്ല, അത് പറഞ്ഞപ്പോഴാണ് ആ മുതൽ കുഞ്ഞവിടെ അവന് ഇതുവരെ കണ്ടില്ലല്ലോ. എത്ര മണി? ഏതായാലും ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയത് ഭാഗ്യം. എന്താന്ന്? അല്ല, എൻ്റെ ഭാഗ്യം അല്ല, കാണായിരുന്നു. നിന്റെ പാർട്ടി സ്റ്റോറിന്റെ മാറ്റർ എന്തായി? അത് ചോദിക്കാൻ പറ്റും. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നീ ഇത് ഡിസൈൻ ചെയ്ത് പ്രിന്റും ചെയ്തു? പിന്നെ അല്ല. എടാ നന്നായിട്ടുണ്ടോ? ഡിസൈൻ കൊള്ളാം, ക്യാപ്ഷൻ കൊള്ളാം. താങ്ക് യു. ഷോ എടാ സാമേ, അടിയാ സോറിയടാ. എന്തിന്? അതെന്നെ ഞാൻ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എല്ലാ ജോലിക്കും അതിൻ്റെ കഷ്ടപ്പാടുണ്ട്, ഒന്നും കാണുന്ന പോലെ എളുപ്പമല്ല. നീ എന്തിനാടാ അയ്യോ? നല്ല നടുവേന ഉണ്ടല്ലേ? 1-2 സ്ഥലത്ത് ലേറ്റായ തെരവിളി 3-4 തവണ. എന്നാലും നിന്നെ സമ്മതിച്ചളിയാ. എന്നാലും നീ എങ്ങനെയാടാ ഒറ്റയ്ക്ക് ഡിസൈനും നോട്ടീസ്? നിന്നെ സമ്മതിച്ച സഹോദരൻ. അയ്യോ, ബിരിയാണി മാറിപ്പോയതാണ് സാർ, ഇനി പൊറോട്ട ചുരുണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം.